ഇന്ന് നമ്മൾ TC അപ്ലൈ ചെയ്യണ ഫോം ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഫില്ലല്ല സൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഡിപ്പാർട്ട്മെന്റിൽ വന്നതാണ്. അപ്പോൾ ഇന്ന് എല്ലാവരെയും കാണാൻ പറ്റി. കുറേ നാൾക്ക് ശേഷമാണ്, ഒരു 1.5 മാസമായി കാണുമല്ലോ നമ്മൾ കണ്ടിട്ട്. അല്ല, 1 മാസമായി നമ്മൾ കണ്ടിട്ട്. 1 മാസമായി. അപ്പം തന്നെ എല്ലാവരും മിസ് ചെയ്ത് തുടങ്ങി. അതുകൊണ്ട് ഇന്ന് നമ്മളിന്ന് കുറച്ച് നേരം സ്പെൻഡ് ചെയ്യാന്ന് വിചാരിച്ചു. നന്ദന, നീ എന്നെ മിസ് ചെയ്തില്ലേ? അവളങ്ങനെയൊക്കെ പറയും, പക്ഷെ അവളെന്നെ മിസ് ചെയ്തു ഗൈസ്. നമുക്ക് എല്ലാവരോടും ചോദിക്കാം, എങ്ങനെ ഉണ്ടായിരുന്നു ഇത്രയും നാള് എന്നെ കാണാതിരുന്നിട്ട്? ഇത്രയും നാളെ എന്നെ കാണാതിരുന്നിട്ട് നിനക്ക് എന്താണ് ഫീൽ ചെയ്തത്? സമാധാനം. കുറച്ച് ഓർത്തു പോലല്ലേ? വിറ്റാണ് ആള്, ഭയങ്കര വിറ്റാണ്. ഒരു കാര്യം ചെയ്യാം, ഒരു മാസത്തെ വെക്കേഷൻ എങ്ങനെ ഉണ്ടായിരുന്നു? വീട്ടിലെന്തായിരുന്നു ചെയ്തോണ്ടിരുന്നത്? വെറുതെ രാവിലെ എണീക്കും, പിന്നെ തിന്നും, ഉറങ്ങും, തിന്നും, പിന്നെ റീൽസ് കാണും. എനിക്ക് അങ്ങനത്തെ ജീവിതം. അതന്നെ അങ്ങനെയാണ് ഹാർഡ് ടൈം. പഠിക്കണമെന്നുണ്ട്, പക്ഷെ പഠിക്കുന്നില്ല. പഠിക്കുന്നുണ്ടെന്ന് ഞങ്ങൾക്ക് അറിയാം. അതെ. അതിഥി പറയൂ. ഞാൻ രാവിലെ ഒരു 5 മണിയൊക്കെ ആകുമ്പോ എണീക്കും. വളരെ ഞാൻ എന്താണോ ഇങ്ങനെ ആയിപ്പോയത്? താൻ ചിന്തിച്ചിട്ടുണ്ടോ? എന്നിട്ട് ഒരു 5:30 ആകുമ്പോ ധ്യാനിക്കും. അല്ലല്ല, മെഴുകുതിരി കത്തിക്കും. എന്നിട്ട് ഈ ഐസ്തെറ്റിക്സ് ക്യാൻഡിൽസ് ഒക്കെ കത്തിച്ചാൽ മെഡിറ്റേറ്റ്. അങ്ങനെ ഒരു 5:30 വരെ. എന്നിട്ട് പല്ല് തേക്കും. ഇവിടെ യോഗയുണ്ട്. ഇതൊക്കെ കഴിഞ്ഞിട്ട് പല്ല് തേക്കും. പിന്നെ ഒരു 5:30 കഴിഞ്ഞ് 6 മണി വരെ കുളിക്കും. പിന്നെ അത് കഴിഞ്ഞ അമ്പലത്തിൽ പോവും. എല്ലാ ദിവസവും അമ്പലത്തിൽ പോവും. ഇന്ന് പോകാൻ പറ്റില്ല, കാരണം വയ്യായിരുന്നു. ഇന്നിങ്ങോട്ട് ഇടാണ്ട് പോയില്ല. പിന്നെ കുറച്ച് കഴിയുമ്പോൾ ചെടിക്ക് വെള്ളം ഒഴിക്കും. ഒരു 8 മണിയൊക്കെ ആകുമ്പോൾ ഭക്ഷണം കഴിക്കും. അത് കഴിഞ്ഞ് പിന്നെ ഒന്നുകൂടെ ധ്യാനിക്കും. പിന്നെ ഉച്ചയ്ക്ക് ആകുമ്പോൾ എണീച്ച് വരും. പിന്നെ സ്ക്രീൻ ടൈം എത്രയാണ് ടോട്ടൽ? ന്യൂസ് പേപ്പർ വരും. വരാൻ കുറച്ച് സമയം എടുക്കുമല്ലോ. അപ്പോൾ അപ്പൊ ഞാൻ ന്യൂസ് പേപ്പർ വായിക്കും. എന്നിട്ട് എല്ലാ ഇമ്പോർട്ടൻറ്റ് ന്യൂസും നോട്ട് ചെയ്ത് വെക്കും. എന്നിട്ട് എന്തിനാ? വെറുതെ എനിക്ക് അറിഞ്ഞിരിക്കാൻ. പിന്നെ എന്താ ചെയ്ത് ഉച്ചയാകുമ്പോൾ ഊണ് കഴിക്കും. ഇല്ല, കഴിഞ്ഞില്ല. പിന്നെ ഉച്ചയാകുമ്പോൾ ഊണ് കഴിക്കും. കാളൻ, തോരൻ, സാമ്പാർ, മോര്, പച്ചടി, കിച്ചടി എല്ലാം കൂട്ടി സദ്യ ആയിരിക്കും മിക്ക ദിവസം വീട്ടില്. വെജ് സദ്യ. പിന്നെ വല്ല ഞായറാഴ്ച ബിരിയാണി ഉണ്ടാവും ഇടയ്ക്ക്. പിന്നെ കുറച്ച് നേരം ഫോൺ നോക്കും. ബെയർലി 5 minutes. കാരണം എന്തെങ്കിലും ഇമ്പോർട്ടൻറ്റ് മെസ്സേജ് വന്നിട്ടുണ്ടോ നോക്കും. പിന്നെ ഒരു ഉച്ച കഴിഞ്ഞ് ഊണക്കഴിഞ്ഞ് ഞാൻ എൻ്റെ സ്കിൽസ് ഒന്നും കൂടെ ഡെവലപ്പ് ചെയ്യും. കുറച്ച് കഴിയുമ്പോൾ പിന്നെയും നമ്മൾ വാക്കിങ്ങിന് പോകും. ഒരു 4-5 മണിയാകുമ്പം ഒരു 10K സ്റ്റെപ്സ് ഫോളോ ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞ് ഒരു 6 മണിയാകുമ്പോൾ ഞാൻ മാച്ച ലാറ്റ ഉണ്ടാക്കി കുടിക്കും. അത് രാവിലെ കഴിഞ്ഞിട്ട് വൈകുന്നേരം കുളിക്കും. മാച്ച ലാറ്റ കുടിച്ച് കഴിഞ്ഞിട്ട് കുളിക്കും. എന്നിട്ട് കുളിച്ചിട്ട് പിന്നെയും ഒരു 6 മണിയൊക്കെ ആകുമ്പം വിളക്ക് കത്തിക്കും. എന്നിട്ട് പ്രാർത്ഥിക്കും. എന്നിട്ട് ഒരു 8 മണിയൊക്കെ ആകുമ്പോൾ ഞാൻ കിടക്കിടന്നുറങ്ങും. 8 മണിക്കല്ലേ? സോറി, അത് ഞാൻ ഡയറി ചെയ്തു. ഞാൻ 12 മണിയപ്പോൾ ഡയറി എഴുതാൻ പറഞ്ഞു. ഇനി നന്ദന പറയൂ. രാവിലെ 3 മണിക്ക് എണീക്കും. രാവിലെ 3 മണി വെച്ചാൽ വൈകുന്നേരം 3 മണിക്ക് എണീക്കും. ബെഡിൽ കിടക്കും, റീൽ കാണും, ഫുഡ് കഴിക്കും. ഇടയിൽ ഇങ്ങനെ കിടക്കും. രാവിലെ നെക്സ്റ്റ് ഡേ ഒരു 5:30 or 8 വരെ കിടന്ന് റീൽ കാണും, അല്ലെങ്കിൽ സീരീസ് കാണും, കിടന്നുറങ്ങും. പിന്നെ 3 മണിക്ക് വൈകുന്നേരം എണീക്കും. ഓക്കെ, ഇത്രയും മതി ഗൈസ്. പിന്നെ എന്താ പരിപാടി? May 17th തൃഷയുടെ ബർത്ത്ഡേ ആയിരുന്നു.
ഇന്ന് നമ്മൾ കേക്ക് കട്ട് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ ഞാനൊന്ന് പുറത്തു വരെയും പോകും. അപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാൻ ചിലപ്പോൾ പറ്റില്ല. ഇവരാരെങ്കിലും ആയിരിക്കും വീഡിയോ എടുക്കുന്നത്. എടുക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എടുക്കും ഇല്ല. അപ്പോൾ തൃഷ വന്നവരെയും നമ്മളിവിടെ വെയിറ്റ് ചെയ്ത് ഇരിക്കുവാണ്. നമ്മുടെ കല്യാണി ട്രാൻഡ്രത്താണ്, ദുർഗം ട്രാൻഡ്രത്താണ്, നമ്മുടെ അഖില ബാംഗ്ലൂരാണ്. അതുകൊണ്ട് അവരൊക്കെ നല്ലോണം മിസ് ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോൾ എപ്പോഴും നമ്മൾ ഇരിക്കുന്ന സീറ്റിൽ തന്നെ നമ്മൾ 3rd ഇയർ വരെയും ഒരു സീറ്റിലാണ് ഇരുന്നുകൊണ്ടിരുന്നത്. ആ ഒരു ബെഞ്ചിൻ്റെ ഒരു ഓർഡർ ഉണ്ടാവുമല്ലോ, അതുപോലെയാണ് ഇരുന്നുകൊണ്ടിരുന്നത്. ഇപ്പോഴും അതുപോലെ തന്നെ ഇവിടെ വന്ന് നമ്മൾ ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ ഇരുന്ന് പോവാണ്. അത്രയും എന്താ മെമ്മറി, അങ്ങനെ ഒരു മസിൽ എന്താ പറയാ, മസിൽ മെമ്മറി ആയിപ്പോയി. ഗൈസ്, ഇതാണ് TC അപ്ലൈ ചെയ്തതിൻ്റെ ഫോം. ഇത് നമുക്ക് തരുമ്പോൾ മനസ്സ് ഭയങ്കര സങ്കടത്തിലാണ് ഗൈസ്. എൻ്റെ നമ്മൾ കോളേജ് വിട്ട് പോവുകയാണല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് ആ ഒരു സങ്കടം നമുക്ക് വരുന്നത്. കൃഷ്ണേൻ്റെ നമുക്ക് കൃഷിക്കുള്ള കേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. A few moments later. Happy birthday to you. Happy birthday dear Trisha. Haro. ഫോട്ടോ എടുക്ക്. ഫോട്ടോ എടുക്ക്. ഞാനൊരു സ്ഥലം വരെ പോയി ഒരു കേക്കൊക്കെ മുറിച്ചു. എനിക്ക് ആകെ ഒരു കുഞ്ഞു പീസ് ഇത് വെച്ചിട്ടുണ്ട്, അത് തന്നെ ഭാഗ്യം. നമുക്ക് അത് കഴിച്ചു നോക്കാം. എവിടെ കഴിച്ചു ലവ് നല്ല ഫുഡ് കഴിക്കാൻ പാടുള്ള സ്ഥിതിയാണ്. ഗൈസ്, നമ്മളിപ്പോൾ ലൈബ്രറിയിലാണ്. നമ്മുടെ TC സൈൻ ചെയ്തു, കണ്ടോ, സീൽ ചെയ്തു. ഇനി നമുക്ക് ഇത്രയേ ഉള്ളൂ. ഇനി നമ്മൾ TC വാങ്ങാൻ വേണ്ടിയിട്ട് വേറൊരു ഡേ അവർ നമ്മളൊരു ഡേറ്റ് പറയും. അന്ന് നമ്മൾ TC വന്ന് വാങ്ങണം. ഇപ്പോൾ അവരെല്ലാവരും TC വാങ്ങാൻ വേണ്ടിയിട്ട് ചെയ്ത് സൈൻ ചെയ്യാൻ വേണ്ടി പോയേക്കാണ്. അപ്ലൈൻ ഫോം അവർ വന്നിട്ട് നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങും. എവിടെയെങ്കിലും പോയി കുറച്ച് നേരം എല്ലാവരും സ്പെൻഡ് ചെയ്യും. ഒക്കെയാണ് നമ്മുടെ പ്ലാൻ. ഇപ്പോൾ അവർ സൈൻ ചെയ്യാൻ പോയേക്കാണ്. അപ്പം കന്നയുടെ ബാഗിൽ നിന്ന് ഇതൊക്കെ മോഷ്ടിച്ചെടുത്തിട്ടുണ്ട്. ഇത് സെൽഫിൻ്റെ മോയ്സ്ചറൈസറാണ്. ഒക്കെ പുരട്ടി നമുക്ക് പോകാം. പ്രൊജക്റ്റിൻ്റെ സ്കാൻ ചെയ്തിട്ട് മെയിലായിട്ട് തരാം. അതിലോട്ട് നല്ല വെയിലായോണ്ടിട്ട് ഇതൊക്കെ പുരട്ടണമല്ലോ. ഇനി നമുക്ക് എന്തൊക്കെയുള്ളതെന്ന് നോക്കാം ഗൈസ്. അതിന് നമുക്ക് ഡാസ്ലറിൻ്റെ ലിപ്സ്റ്റിക്ക് പുരട്ടാം. ഇത് എനിക്ക് പറ്റിയ ഷെയ്ഡല്ല, എന്നാലും നമ്മൾ പുറത്തോട്ട് പോകണം. അപ്പം ചുണ്ടിലൊന്നും ഇല്ലെങ്കിൽ ഒരു സാറ്റിസ്ഫാക്ഷൻ കുറവായിരിക്കും. അതുകൊണ്ട് മാത്രമാണ് ഗൈസ് ഞാനിത് പുരട്ടുന്നത്. ഗൈസ്, നമ്മൾ എല്ലാം സർട്ടിഫിക്കറ്റൊക്കെ വാങ്ങിച്ച് കോളേജ് വിട്ട് ഇറങ്ങാൻ പോവുകയാണ്. അപ്പോൾ എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. റഹ്മാനിയയിലായിരിക്കും ചിലപ്പോൾ കഴിക്കുന്നത്, അല്ലെങ്കിൽ സിലോണിലായിരിക്കും. തൃഷയുടെ ബർത്ത്ഡേ ആണ് ഗൈസ്. അപ്പോൾ തൃഷ ആയിരിക്കും നമുക്കിന്ന് സെലക്ട് ചെയ്യാൻ. ഓ മൈ ഗോഡ്. അപ്പോൾ നമ്മൾ റഹ്മാനിയയിലേക്ക് പോവുകയാണ് ഗൈസ്. അപ്പോൾ എൻ്റെ വണ്ടിക്ക് വരാൻ എല്ലാവരും റെഡിയാണ്. അപ്പോൾ ഫൈനലി ഞാൻ അതിഥി ചൂസ് ചെയ്തു. അതിഥിയാണ് മൈ ബെസ്റ്റ്. അപ്പോൾ നമ്മൾ അതിഥിയായിട്ട് പോവുകയാണ് ഗൈസ്. നമ്മളങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. ഇത് തൃഷയുടെ തൃഷയുടെ മറന്നതില്ല, ട്രീറ്റാണ്. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. തൃഷയുടെ ട്രീറ്റാണ്. അപ്പോൾ നമുക്ക് തന്നെ ഫ്രീ ആയിട്ട് ഫുഡ് കഴിക്കാൻ. ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഗൈസ് നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. അയ്യോ അവിടെ
ഗൈസ് നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. ഒരു 7 ഹാഫാണ് പറഞ്ഞത്. എല്ലാവർക്കും തൃപ്തി. അതന്നെ, ചിക്കൻ ബിരിയാണി നമുക്ക് തൃപ്തിയോളം നമ്മൾ കഴിച്ചു. മതിവരോളം നമ്മൾ കഴിച്ചു. എനിവേ ഗൈസ്, നമ്മളിപ്പോൾ ബ്രോഡ്വേയുടെ ഫ്രണ്ടിലാണ്. അന്ന് നമ്മളൊരു വ്ളോഗ് ഇട്ടായിരുന്നു. ഇവിടുത്തെ ഒരു ബാർബി കഫേ പോയൊരു വീഡിയോ ആയിരുന്നു ഇട്ടത്. ഇന്ന് നമ്മൾ റഹ്മാനിയിലാണ് ഗൈസ് പോയത്. ഇനി നമ്മൾ വേറൊരു ദിവസം വേറൊരു സ്ഥലത്ത് പോകുന്നതാണ്. നമ്മൾ ചിലപ്പോൾ ടീച്ചർ വാങ്ങാൻ വരുമ്പോഴായിരിക്കും പോകുന്നത്, പറയാൻ പറ്റില്ല. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. എന്തെങ്കിലും പറയാനുണ്ടോ? ഒന്നും പറയാനില്ല. ഭയങ്കര വെയിലാണ്, അതുകൊണ്ട് നമ്മളിപ്പോൾ കുടയൊക്കെ വെച്ചൊക്കെ നടക്കുന്നത്. ബാക്കി എല്ലാവരും വെയിലത്താണ് നടക്കുന്നത്. അവർക്ക് കുട ബാഗിൽ നിന്ന് എടുക്കാൻ മടിയാണ്. ഇങ്ങനെയാണല്ലോ ഗേൾസ്. ഓക്കെ, ഇന്നത്തെ വ്ളോഗ് ഇത്രേ ഉള്ളൂ. ഇനി അടുത്ത വ്ളോഗ് വരുന്നത് വരെ ബൈ ബൈ.